നിങ്ങൾ നേരത്തെ കണ്ട ആ പാർട്ടി ബോക്സിന്റെ മെയിൻ പാനൽ കൺട്രോൾ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അക്രലിക്കിനാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ബലക്കുറവുണ്ട്. പക്ഷേ നമ്മളിത് സെപ്പറേറ്റ് റൂം ചെയ്തിട്ട് അതിനകത്താണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എയർ ജെർക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയുള്ള ബാക്കി ഫീച്ചറും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഈ ഒരു സ്പീക്കർ സിസ്റ്റത്തിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് ഫുൾ ഓഡിയോ ബോർഡും കാര്യങ്ങളെല്ലാം ഡിടെക് ഓഡിയോസിൻ്റെയാണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് അവരുടെ നിന്ന് അസംബിൾ ചെയ്ത് എടുക്കുന്നതാണ് ബോർഡുകൾ. അതുകൊണ്ട് തന്നെ നമുക്ക് സർവീസ് അവൈലബിൾ ആണ്. ഒരുപാട് നല്ല ബോർഡുകളും കാര്യങ്ങളും ഉണ്ട്. എന്ത് കാര്യമാണ് നല്ല പെർഫോമൻസ് ഉണ്ട് ബോർഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ ബോർഡാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ഈ കാണുന്നത് പോലെ ഫ്രണ്ട് സൈഡ് ആദ്യം കാണിച്ചു തരാം. 3 ബ്രാൻഡുകൾ മാത്രമാണ് നമ്മൾ സെപ്പറേറ്റ് എടുത്തിട്ടുള്ളത്. ട്രാൻസ്ഫോമർ ഒരു വേറൊരു ബ്രാൻഡിനെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബ്ലൂടൂത്ത് പാനൽ G-Starഉം ഇതിൻ്റെ ടോൺ കൺട്രോൾ മാത്രമാണ് നമ്മൾ വേറൊരു ബ്രാൻഡ് എടുത്തിട്ടുള്ളത്, SD ഓഡിയോസിൻ്റെ എടുത്തിട്ടുള്ളത്. ബാക്കി ഫുള്ളായിട്ട് ഡിടെക് തന്നെ വരുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പറഞ്ഞു തരാം. ഈ കാണുന്നത് പോലെ നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഇതിൻ്റെ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂൾ കാണാം. എൻ്റെ G-Starൻ്റെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു മൊഡ്യൂൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ബ്രാൻഡ് നെയിമും കാര്യങ്ങളും കാണാം. മാസ്റ്റർ വോളിയം, ബാസ്, ട്രബിൾ, ഇത് ഓഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ്. മൈക്കിൻ്റെ വോളിയം ഡയറക്റ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. 2 മൈക്ക് കൊടുത്തിട്ടുണ്ട്, മൈക്ക് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് ലൈൻ വോളിയം, അതായത് നമുക്ക് ഇവിടെ ഒരു ഇൻപുട്ട് സെലക്ഷൻ, അതായത് നമുക്കൊരു ഇപ്പോൾ ഒരു മിക്സറായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയുള്ള ഒരു ഇൻപുട്ട് സെക്ഷന് വേണ്ടി നമ്മളിവിടെ ഒരു ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ലൈൻ വോളിയം, അതിൻ്റെ ലൈൻ വോളിയമാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് സബ് വോളിയം കാണാം നിങ്ങൾക്ക്. സബ് ഡയറക്റ്റ് നമ്മൾ ഫിൽറ്ററിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ സബ് വോളിയം ഇവിടെ കാണാം. ഇവിടെ ആയിട്ടാണ് സബ് ഔട്ട് വരുന്നത്. ഒരു സ്പീക്കർ വന്നിട്ട് ഒരു സബ് വന്നിട്ട് 300 വാട്ട്സിൽ 4 ഓംസും അല്ലെങ്കിൽ 200 വാട്ട്സിൽ 8 ഓംസ്, അതാണ് ഒരു സബ് വരുന്നത്. ഇതിൽ നമ്മൾ ഈ ഇത്രയും വെച്ചിട്ട് കറക്റ്റായിട്ട് യൂസ് ചെയ്യാം, എനിക്ക് നല്ല പെർഫോമൻസ് കിട്ടും. അങ്ങനെ 2 സബ് നമുക്ക് ഈ ഒരൊറ്റ ജാക്കിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. അതിനുവേണ്ടിയാണ് ഈ ഒരൊറ്റ ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 300 വാട്ട്സ് ഇൻറ്റു 2 അങ്ങനെയാണ് വരുന്നത് നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ. പിന്നെ ഇത് ഈ കാണുന്നത് പോലെ ഔട്ട്പുട്ട് ഇൻപുട്ട് വരുന്നുണ്ട്. നമുക്ക് ഇൻപുട്ടും അതിൻ്റെ മിക്സ് ഔട്ട്പുട്ടും നമുക്ക് ഇതിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. ഈ കാണുന്നത് പോലെ ഇവിടെ ഒരു AC കോഡിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്, പവർ സ്വിച്ചും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് വരികയാണെങ്കിൽ ഈ കാണുന്നത് പോലെ മൈക്ക് സോക്കറ്റ് കാര്യങ്ങളെല്ലാം ഡിടെക് ആണ്. ഫുൾ ബോർഡും ഡിടെക് ആണ്. ഈ കാണുന്ന സബ് ഫിൽറ്ററും ഡിടെക് ഓഡിയോസിൻ്റെയാണ്. പിന്നെ അത്യാവശ്യം കൊള്ളാന്നുള്ള രീതിയിൽ അതിൻ്റെ ബാക്കി ഫിറ്റിങ്സും കാര്യങ്ങളും ഇനി ചെയ്യാനുണ്ട്. ഈ ബാക്കി കാണുന്ന പോലെ ഇതിൻ്റെ അസംബ്ലിങ്ങും കാര്യങ്ങളും ഇനി ഒരുപാട് ബോർഡുകളും കാര്യങ്ങളെല്ലാം ഈ ഒരു റൂമിനകത്ത് തന്നെ ഇരിപ്പുണ്ട്. ഇത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് കാണിക്കാത്തതാണ്. അത് നമ്മൾ അടുത്ത് അസംബ്ലിങ് ചെയ്യുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. എന്തായാലും അസംബ്ലിങ് ചെയ്യുന്ന ഒരു വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും.